ഹലോ ഗൈസ്, എല്ലാവർക്കും ജെസിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ കുറേ നാളുകൾക്ക് ശേഷം അടുത്ത ഒരു റീൽ റിയാക്ഷനുമായിട്ട് എത്തിയിരിക്കുകയാണ്. പാർട്ട് 2 ആണ്. അപ്പം പാർട്ട് 2-വിൽ നമുക്കൊരു വിശിഷ്ട അതിഥികളോടും ഉണ്ട്. അതിഥികളില്ല, അതിഥി മാത്രം. പുറകിരിക്കുന്ന ചിരി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരായിരിക്കുമെന്ന്. വന്നു വന്നു. ആരാണെന്നിരിക്കും വിചാരിക്കുന്നത്. ആരുമില്ല, എൻ്റെ കസിൻ മാത്രമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ വിശിഷ്ട അതിഥി കൂടെ കാണും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ റീലി റിയാക്ട് ചെയ്യാൻ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയുണ്ട് പവർ? അത് വരുന്ന വരവൊക്കെ നോക്കൂ. ഓ ചേട്ടാ അതുകൊണ്ട് ഓടിക്കാൻ വരും. കാലന്തി കുറച്ചേരെ കയറി. ഓ കയ്യിലൊരു ചെമ്പരത്തി പൂ. ഒന്നും പറയാനില്ല. നെക്സ്റ്റ് വീഡിയോ. എന്നെ എഴുതി വെച്ചേക്കുന്നു സ്കൂള്. സീസായിട്ട് ചെയ്തിട്ട് കണ്ണിക്കൂടെ പോയോ? തോറ ചുറ്റിക മാത്രം ഇല്ലാത്ത അടുത്ത വീഡിയോ. അവൻ വെറൈറ്റി പിടിച്ചതാ. കാണിക്കാൻ പറ്റത്തില്ല അല്ലെ? കാണിക്കാറുണ്ട്. ശുഭദിനം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ലിറിക്സ് ആണ്. കറക്റ്റ് ആണ് പറയുന്നത്. ആ ബെല്ലൈക്കന്റെ ശബ്ദം കേട്ടവരെ വാർത്ത എല്ലാരും സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ചേക്കും. അതെ, പൊട്ടിച്ചേക്കും. നെക്സ്റ്റ് വീഡിയോ. എന്റെ കർത്താവേ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കുകയല്ലേ. എനിക്കൊരാളെ ഓർമ്മ മറ്റേ മഞ്ചാടിക്കകത്തൊരു പന്നിയില്ലേ, ഈ ചേർക്കിടുന്നവരുണ്ടിട്ട് അടി ഉണ്ടാക്കാൻ വരുന്നൊരു പന്നി. ഞാനത് ഓർക്കുന്നില്ല. എങ്ങനെയെല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ വെച്ചേക്കാം. ഓക്കെ, ഞാൻ അത് ഓർക്കുന്നില്ല. സീരിയസ് ആയിട്ട് ഓർക്കുന്നില്ല. ഇവിടെ പറഞ്ഞോണ്ട് ഞാൻ അത് എടുത്ത് വെച്ചേക്കാം. എനിക്ക് കറക്റ്റ് അതാണ് കേട്ടോ ഓർമ്മ. ചുണ്ടിന്റെ മുകളിൽ മത്തി വറുത്തു. മൂന്നാമത്തെ കമന്റ് ഒന്ന് വായിച്ചേ. മമ്മൂട്ടിക്കുടം ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടാ, നിങ്ങൾ ഇമാതിരി റീലൊക്കെ വരുമ്പോൾ നിങ്ങൾ ആദ്യം പോകേണ്ടത് എന്റെ കമന്റ് സെക്ഷനിലോട്ടാണ്. നിങ്ങൾക്ക് അവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് റീൽ കണ്ടിട്ട് ചിരി വന്നില്ലെങ്കിൽ കമന്റ് സെക്ഷൻ കയറി മറിഞ്ഞു കിടന്ന് ചിരിക്കാം. നെക്സ്റ്റ് വീഡിയോ. பக்தர்களே, நான் தான் பாம்பு பவுடர் சாமி. என்ன ஃபாலோ பண்ணுங்க, உங்க பாவமெல்லாம் பறந்து போகும். பக்தர்களே, நான் தான் பாம்பு பவுடர் சாமி. என்ன ஃபாலோ பண்ணுங்க, உங்க பாவமெல்லாம் பறந்து போகும். നിനക്ക് എന്താ പറയാ? പ്രായത്തിന്റെ ആയിരിക്കല്ലേ? நான் தான் பாம்பு பவுடர் சாமி. என்ன ஃபாலோ பண்ணுங்க, உங்க பாவமெல்லாம் பறந்து போகும். ഭക്തജനങ്ങളെ, ഞാൻ താ നിങ്ങളുടെ ജെസിബി. എന്നെ ഫോളോ പണ്ണുങ്ക, ലൈക്ക് പണ്ണുങ്ക. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ എങ്ങനെയെങ്കിലും റീച്ച് ആകുമല്ലോ. നെക്സ്റ്റ് വീഡിയോ. ആര് പറഞ്ഞിട്ടാ മോനെ ഈ അരിപ്പാളിത്തരം ചെയ്ത്?
ഞാൻ പറഞ്ഞിട്ടാ ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ടാലും വേണ്ടില്ല ഈ പൊട്ടിയ ചട്ടിയും കലവും കൈക്കോട്ടും എല്ലാം തൂവള്ളി അതെന്റെ തറവാടാണ്, അവിടെ എത്തിക്കണം. അല്ലെങ്കിൽ പിന്നെ നിന്റെ അറ്റം നോക്കി കിടക്കുന്ന നിന്റെ മറ്റേ എല്ലാത്തിനും ഞാൻ തീയിട്ട് ചുടും. എല്ലാം പുള്ളിയുടെയാ. കഥ, തിരക്കഥ, സ്ക്രിപ്റ്റ് എല്ലാം പുള്ളിയുടെ. എല്ലാതൊക്കെ ഒന്നൊക്കെയാണല്ലോ. ക്യാമറ, ഡയലോഗ് ഈ പുള്ളി. അതെ, സന്തോഷ് പണ്ഡിറ്റിനെ വെല്ലുന്ന ആൾക്കാരൊക്കെ. പുള്ളിക്ക് എന്തെങ്കിലും ലോജിക് എങ്കിലും ഉണ്ട് ഈ പുള്ളി. இந்த கயிறு உன் கையில இருக்கிற வரைக்கும் யாரையும் அடிக்கக்கூடாது. നിങ്ങക്ക് മനസ്സിലായില്ലേ അല്ലേ? അല്ല, പുള്ളിയുടെ അഭിനയത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കരുത്. മോണാക്ട് എന്നൊക്കെ പറഞ്ഞ ഇതാണ് വിഷയമാണ്. கயிறு உன் கையில இருக்கிற வரைக்கும் யாரையும் அடிக்கக்கூடாது. ആ ചരട് കയ്യിലിരിക്കുന്നിടത്തോളം കാലം ആരെ അടിക്കില്ലെന്നാണ്. അതിനിടയ്ക്ക് വേറെ ആരാണ്ട് കയറി അവനെ തല്ലി. സത്യം പറഞ്ഞതൊക്കെ നമ്മൾ കൊടുക്കണതാണ്. അതവൻ തന്നെ കൊടുക്കുന്നത് പിന്നെ കുഴപ്പമില്ല. എന്തൊരു എക്സ്പ്രഷൻ. നെക്സ്റ്റ് വീഡിയോ. ഇത് ഗാന്ധിഗ്രാമം സത്യം. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. ചൂണ്ടയിട്ടവൻ അങ്ങോട്ട് കുരുങ്ങും മീനെ. ഓ, അണ്ണന്റെ ചിരിയാണ്. പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. ചേട്ടാ, ഒന്ന് രാത്രി ആക്കാവോ? അല്ല, ഒന്ന് പകല്, ഏതെങ്കിലും ഒന്ന്. ഇതും പിടിച്ചിട്ട് ചിരിക്കുന്നു. ഇതെന്താടാ? നെക്സ്റ്റ് വീഡിയോ. പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാത്തതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായ എന്റെ വണ്ടി ഞാൻ കൊടുക്കാൻ പോവാണ്. 2010 മോഡലാണ് വണ്ടി. 220 cc ആണ്. കിക്കർ ഇല്ല, സെൽഫേ ഉള്ളൂ, സിംഗിൾ ഓണർ ആണ്. വണ്ടി ഞാൻ ഓടിച്ചു കാണിക്കാം. താല്പര്യമുള്ളവരെന്നെ കോണ്ടാക്ട് ചെയ്യാം. നമ്പർ വല്ലതും കിട്ടുമെന്ന് നോക്കി ഇപ്പൊ തന്നെ വിളിച്ചേക്കാം. ആ വണ്ടി കൊണ്ടായാലും പോയാലും ആ പടപടയായിട്ട് എന്നെ തലമുണ്ടയ്ക്ക് നമ്പർ കൊടുക്കണം. സിംഗിൾ ഓണർ. കമന്റ് വായിക്കണം. കമന്റ് ആണ് വിഷയം. നമ്പർ പോയിട്ട് ചോറ് മേടിക്കാൻ അയച്ചു വെച്ചതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ. മരത്തിലൊക്കെ ഈ സാധനം ഉണ്ടായത് നന്നായി. മരത്തോടെ വിഴുങ്ങിയത്. വാഴച്ചുണ്ട്, ഇഞ്ചി, എന്നിട്ട് അതിന്റെ ASMR വിട്ടേക്കുന്നു. സൂപ്പർ. നെക്സ്റ്റ് വീഡിയോ. നീ എന്താണ് വിചാരിച്ചത്? നീ നിന്റെ അമ്മാനിച്ചാണ്ടും കുറെ ആളുകളെ പറഞ്ഞു വെച്ചാ എന്നെ തിരുത്തളയുന്ന ഒരിക്കലും ഞാൻ തരുന്നങ്ങളെ അതിന് ഈശ്വരം വിചാരിക്കണം. അല്ലാത്തൊരു തലങ്ങളിൽ നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റടി. നീ കേട്ടാക്ക ഒരുപാട് പെൺകുട്ടികളെ സ്നേഹിച്ചിട്ട് വിവാഹം കഴിക്കാന്നും പറഞ്ഞ് മോഹിച്ച് കിടന്ന് കളഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഒരുത്തിയുടെ ജീവിതം ഞാൻ കളഞ്ഞിട്ടില്ല. നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നീ ഒന്നും എന്നെ മനസ്സിലാക്കിയില്ല. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടാ. നിങ്ങൾക്കല്ലേ മനസ്സിലായോ? മെർലിൻ എന്ന് പറഞ്ഞ പെണ്ണ് പറഞ്ഞതൊക്കെ സത്യമാണ്. അവളെ ആരാടാ മെർലിൻ? ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞാണ്. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ വിവാഹം കഴിക്കാന്നും പറഞ്ഞ് ഞാൻ കടന്ന് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളെ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല. അതിനുശേഷം ഞാനൊരു തീരുമാനം എടുത്തതാ. അതിനിവനാരാ പെണ്ണ് കൊടുത്ത്? അല്ല, ഇവനെ കണ്ടറിയത്തില്ലേ? പെണ്ണുകൂടിയാണ്. ഇനി ഒരു പെണ്ണെ സ്നേഹിച്ചാ അവളെ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. ആ പെണ്ണാണ് നീ. ഇത്രയും പെൺപിള്ളേരെ പറയാൻ നടന്ന് പറ്റിച്ച് ഒരുത്തി ആത്മഹത്യയും ചെയ്ത് എന്നിട്ട് അവസാനം
അവന്റെ ആ സ്നേഹം മനസ്സിലാക്കാം. നിന്റെ അടുത്ത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ, നിന്നെ ഞാൻ സഹിക്കില്ല, സ്നേഹിച്ചെന്ന്. പക്ഷെ നീ എന്നെ മനസ്സിലാക്കിയില്ല. നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടൊന്നും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, എന്നിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ല. പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇമാതിരി പരിപാടിയല്ല കാണിക്കുന്നത്, പിന്നെ എങ്ങനെ മനസ്സിലാക്കുന്നത്? പറ, നിങ്ങൾ പറ. കമന്റ് ഇടുക guys. അടുത്ത വീഡിയോ. Nestled in the serene landscapes of Kerala lies the enchanting region of Kuttanad, known as the rice bowl of Kerala. This Guys, നമുക്ക് ഓഡിയോ മാറിപ്പോയെന്നൊരു ഡൗട്ട് ഉണ്ട്. ഇത് അങ്ങനത്തെ അല്ലല്ലോ ഇതിന്റെ ഓഡിയോ. വേറെ ഇല്ലേ? picturesque area. ഇത് വീഡിയോ ആയിരുന്നല്ലേ? ചേച്ചി എയർപോർട്ടൊക്കെ ആണല്ലോ ഇരിക്കുന്നത്. കുപ്പി വേണം വേറെ വഴിക്ക്, ചേച്ചി വേറെ വഴിക്ക്. Nestled in the serene landscapes of Kerala. ചേച്ചി എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ അല്ല അത് ചെയ്യണ്ട കേട്ടോ. അല്ല ഇതിപ്പോ എന്താ, ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അതെ വിട്ടുകളഞ്ഞിരിക്കുന്നു. അതെ അതെ, Lies the enchanting. അവിടെ നിന്നോ, ഞങ്ങൾ അടുത്ത വീഡിയോക്കകത്ത് വരാം കേട്ടോ. കാണുമ്പോ ഇനി സുന്ദരി അല്ലെങ്കിലോ, എന്നാലും എനിക്കിഷ്ടം. ഒട്ടും ഭംഗിയില്ലെങ്കിലും ഇഷ്ടം മനസ്സിനകത്തുണ്ടായതല്ലേ, അത് ഒരു കാഴ്ച കൊണ്ട് എങ്ങനെയില്ലണ്ടാവുക. അതിനാദ്യമേ മുഖത്തോട്ടൊന്നും നോക്കണ്ടേ? വിളിച്ചു നിന്ന് പപ്സ് എന്നിട്ട് എന്താണ് ചേച്ചി കാര്യം? പപ്സ് തന്നെ വരുന്നത്, താഴെ നോക്കിയിരുന്നിട്ട് പപ്സ് തന്നെ. നിങ്ങൾ താഴെ കണ്ടോ? കാണുമ്പോ ഇനി സുന്ദരി അല്ലെങ്കിലോ, എന്നാലും എനിക്കിഷ്ടം. ഒട്ടും ഭംഗിയില്ലെങ്കിലും ഇഷ്ടം മനസ്സിനകത്തുണ്ടായതല്ലേ, അതെ. അത് ഒരു കാഴ്ച കൊണ്ട് എങ്ങനെയില്ല. ഒരു കാഴ്ച കൊണ്ട് അങ്ങനെ ഇല്ലാതാവുന്നേ അതിന്റെ. നെക്സ്റ്റ് വീഡിയോ. ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നേ? ആരാണ് ഇതൊക്കെ? അടുത്ത വീഡിയോ. Pranking my dog. I'm gonna eat you. It's a prank. For more exciting videos, please subscribe. എന്താണ് പറയാനുള്ളത്? ഇതിനൊക്കെ എന്തോ പറയണോ? പറഞ്ഞാ കൂടി പോകും. ലേ പട്ടി. കള്ളക്കടയാടി മോനെ. പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താണ്, ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു. പറയും, എല്ലാരും പറയട്ടെ അമ്മച്ചി, കുഴപ്പമൊന്നുമില്ല, ഒരു സീനും ഇല്ല. അതെ, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല. ഒരിക്കലും വരുത്, നിഷേധിക്കുകയേ ചെയ്യരുത്. കാരണം അത് സത്യമാണ്. ആ ബീജം വരെ വായ കൊണ്ടുണ്ടാക്കുക. ആരാന്ന് പറയാൻ കാണിച്ച മനസ്സ് ആരും കാണാതെ പോകരുത്. അതെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞല്ലോ. അതെ ഗൈസ്, അപ്പം നമ്മുടെ അവസാനത്തെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. എന്തോന്ന് ചാതനോ? ഇതെന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഓറാകാം, പക്ഷേ എനിക്ക് തമിഴ് അറിയില്ല ഗൈസ്. ഇവനോട് ആരില്ല ഒന്ന് പല്ല് തേക്കാൻ പറ. ഇതുകൊണ്ട് എങ്ങനെ വെളിയിലിറങ്ങി നടക്കും അല്ലേ? കറക്റ്റ് ആണ്. അതുകൊണ്ടെങ്ങാനും അടുത്തെങ്ങാനും പോയ ഒരു 2 കുത്ത് കിട്ടാൻ തീർന്നു. കണ്ണാടി എങ്ങനെ ഇരുന്ന മുടിയെന്ന് നോക്കി, എങ്ങനെ ഇരുന്ന ചെക്കനാന്ന് നോക്കി. അതെ, എനിക്ക് തമിഴ് അറിയാത്തത്, ഇവൾക്കും തമിഴ് അറിയാത്തത്, അവന്റെ ഈ കാണുന്ന എല്ലാവരുടെയും അപ്പോൾ ഗൈസ്, നമ്മുടെ റീൽ റിയാക്ഷൻ്റെ സെക്കൻഡ് പാർട്ട് ഇത്ര ഉള്ളായിരുന്നു. സോ ഇനിയും പുതിയ വ്ളോഗും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇവള് കാണത്തില്ല. ഇനി അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഇവൾക്ക് സ്കൂളിൽ പോകണം. ഓണാഘോഷം എല്ലാം കഴിഞ്ഞ്, ഓണാവധിയും കഴിഞ്ഞു. സോ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലേക്ക് തിങ്കളാഴ്ച തൊട്ട് വീണ്ടും സ്കൂളിൽ പോകണം. സോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ. ബൈ ബൈ.
പൊട്ടി ചിരിച്ചോണ്ട് പാലൊന്നിടാം ഞാനൊന്ന് ചിരിച്ചോണ്ട് എന്തൊക്കെ എന്ത് പറ ചിരിക്കണ്ടല്ലോ ഒന്ന് ചെയ്യാൻ ചിരിച്ചത് മാത്രം ഓർമ്മ ആൾക്കാരൊക്കെ ചിരിക്കണ്ടട്ടാ. ഞാനും കണ്ടായിരുന്നു. നീ മൈൻഡ് ചെയ്യണ്ട.